പ്രൊഡക്റ്റീവ് അവേഴ്സ് തിരിച്ചറിയും. ചിലർക്ക് രാവിലെ ആകാം, ചിലർക്ക് വൈകിട്ട്, ചിലർക്ക് രാത്രിയാകാം. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ നന്നായി പഠിക്കുന്ന സമയം ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയുടേത്. നിങ്ങൾ നന്നായി പഠിക്കുന്ന ടൈം ഏതാണെന്ന് തിരിച്ചറിയുക. ഈ പ്രൊഡക്റ്റീവ് അവേഴ്സിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റോ പോർഷനോ പഠിക്കുക. ഇത് സ്റ്റഡീസിന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും ബാധകമാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന എന്ത് ജോലിയും നിങ്ങളുടെ പ്രൊഡക്റ്റീവ് അവേഴ്സിൽ ചെയ്താൽ അത് എളുപ്പത്തിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ബാക്കി സമയങ്ങളിൽ ചെയ്തു തീർക്കുക. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ പഠിക്കുന്ന രീതി ഏതാണെന്ന് മനസ്സിലാക്കുക. ചിലർക്ക് വായിച്ചു പഠിക്കാനാണ് ഇഷ്ടം, ചിലർക്ക് എഴുതി പഠിക്കാൻ, ചിലർക്ക് പാട്ട് കേട്ട് പഠിക്കാൻ, ചിലർക്ക് ആ ടോപ്പിക്കിൻ്റെ വീഡിയോ യൂട്യൂബിൽ കണ്ട് അതിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കാൻ, ചിലർക്ക് വായിച്ചിട്ട് അതിനുശേഷം എഴുതി പഠിക്കാൻ. നിങ്ങൾക്ക് ഏത് ലേണിംഗ് സ്റ്റൈലാണ് കംഫർട്ടബിൾ എന്നും പെട്ടെന്ന് പഠിച്ച് ഓർത്തിരിക്കാൻ ഏതാണ് സഹായിക്കുന്നതെന്നും തിരിച്ചറിയുക. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ പഠിക്കുന്ന സ്ഥലം, നിങ്ങളുടെ റൂം, സ്റ്റഡി ടേബിൾ എപ്പോഴും ഓർഗനൈസ്ഡ് ആയി വെക്കുക. മെസ്സി ആയിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്ന ഒരു മുറിയിലോ ടേബിളിലോ ആർക്കും ഇരുന്ന് പഠിക്കാൻ തോന്നില്ല. സോ പഠിക്കുന്ന സ്ഥലം വൃത്തിയായി ഓർഗനൈസ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇപ്പോൾ ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ കൂടിയും അത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു ഹാബിറ്റാണ്. നാലാമത്തെ പോയിന്റ്, എല്ലാ ടോപ്പേഴ്സും അവരുടെ സ്ട്രെസ്സ് നന്നായി മാനേജ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പഠിത്തത്തിലാണെങ്കിലും മറ്റ് ആക്ടിവിറ്റീസിലാണെങ്കിലും. നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കും. അത് നിങ്ങളുടെ പേരൻസുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ കൊളീഗ്സുമായിട്ടോ നെയ്ബേഴ്സുമായിട്ടോ ഒക്കെ ആകാം. നല്ല റിലേഷൻഷിപ്സ് ഉള്ളത് ഒരു പരിധിവരെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ ടെൻഷനും വറീസും പേടിയും ഒക്കെ അവരുമായി ഷെയർ ചെയ്യുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അഞ്ചാമത്തെ പോയിന്റ്, എല്ലാ ടോപ്പേഴ്സും അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റിവിറ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് അവർക്കറിയാം. എല്ലാവരും യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാറില്ല. പക്ഷേ അതിലുള്ള നെഗറ്റിവിറ്റി അവർക്ക് മാനേജ് ചെയ്യാൻ അറിയാം. എല്ലാ ടോപ്പേഴ്സും അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവ് ആൾക്കാരെയും അവരുടെ നോട്ടിഫിക്കേഷൻസിനെയും സ്റ്റോറീസിനെയും ഒക്കെ അവോയ്ഡ് ചെയ്യും. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആകാം, അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലാകാം, അവരുടെ ഇൻസ്റ്റാ നോട്ടിഫിക്കേഷൻസ് ആകാം, SMS കോൾസ് ഒക്കെ ആകാം. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നവരെ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ആ ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ. നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാണ് എന്നുള്ള കാര്യം അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. 6th പോയിന്റ്, അക്കാഡമിക് ടോപ്പേഴ്സിൽ എല്ലാവരും എന്തെങ്കിലും എക്സസൈസ് ഡെയിലി ചെയ്യാറുണ്ട്. അതിപ്പോൾ ബേസിക് ആയിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് ആകാം,